ആദ്യ പകുതി കഴിയുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഞെട്ടിപ്പിക്കുന്ന മമ്മൂട്ടി പ്രകടനവുമായിട്ട് ഉള്ള ഒരു സിനിമ എന്നുള്ളത് തന്നെയാണ്. ഭ്രമയുഗം ഇവിടെ ഭ്രമിപ്പിച്ച് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. എടുത്തു പറയാനുള്ളത് BGMഉം സിനിമയുടെ ഒരു വിഷ്വലും ഒപ്പം ഗംഭീരമായിട്ടുള്ള പെർഫോമൻസുമാണ്. വളരെ പതിഞ്ഞ താളത്തിലുമാണ് ഈ സിനിമ മുന്നോട്ട് പോകുന്നത്. ഒരു മൂഡിലേക്ക് നമ്മളെ കയറ്റി വരുന്നു. ഏത് മൂഡ് എന്നൊന്നും പറയുന്നില്ല, കാരണം സ്പോയിലർ ആകും എന്നുള്ളത് കൊണ്ട് തന്നെ. എന്നാലും ഫസ്റ്റ് ഹാഫ് കിടിലമായിട്ട് എത്തിച്ചിരിക്കുന്നു. പതിഞ്ഞ താളത്തിൽ തുടങ്ങി ആ റേഞ്ചിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. സെക്കൻഡ് ഹാഫിൽ സിനിമ പൊളിച്ചെടുക്കുമെന്നുള്ളതിന് സംശയമില്ല. സാധാരണ സിനിമകളുടെ കാര്യങ്ങൾ പറയുമ്പോൾ സെക്കൻഡ് ഹാഫ് എങ്ങനെ എന്നാലേ ആ സിനിമ ഗംഭീരമാകൂ എന്ന് നമ്മൾ പറയുള്ളൂ. ഇവിടെ സെക്കൻഡ് ഹാഫിലേക്കുള്ള തുടക്കം എല്ലാം തന്നെ ആ റേഞ്ചിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. കൊടുമൺ പോറ്റിയുടെ കളികൾ ഇനി കാണാനിരിക്കുന്നതേ ഉള്ളൂ എന്നുള്ളതാണ്. മലയാളത്തിൽ വീണ്ടും ഒരു സൂപ്പർ ഹിറ്റ് ഉറപ്പിക്കുകയാണ് മമ്മൂട്ടിയിൽ നിന്നുള്ളതാണ്. ഒരു രക്ഷയും ഇല്ലാത്ത തരത്തിലാണ്. എന്തുകൊണ്ട് ഈ സിനിമ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ എടുത്തു എന്നുള്ളൊരു ചോദ്യം, അത് ഈ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അന്യായമായിട്ടുള്ള ഫസ്റ്റ് ഹാഫ് എന്ന് തന്നെ പറയാം. അമ്മാതിരി രസകരമായിട്ട് പതിഞ്ഞ താളത്തിൽ തുടങ്ങിയ ഒരു മൂഡിലേക്ക് നമ്മളെ കൊണ്ടുപോവുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയുമില്ല. രാത്രിയൊക്കെ കണ്ടിട്ട് സിനിമ കണ്ടിട്ട് പോകുമ്പോൾ നമുക്ക് വേറെ ഒരു തരത്തിലേക്കായിരിക്കും. എന്തായാലും ഒരു മികച്ച രീതിയിൽ തന്നെയാണ് സിനിമയുടെ എല്ലാ രീതിയിലുമുള്ള പോക്ക്. ഒരു നിമിഷം പോലും കളയാനില്ലാത്ത ലെവലിൽ അമ്മാതിരി നമ്മളെ പിടിച്ചിരുത്തുന്നു ഫസ്റ്റ് ഹാഫ് എന്ന് തന്നെ പറയാം. ഇനി സെക്കൻഡ് ഹാഫാണ് വരാൻ പോകുന്നത്. നമുക്കറിയാം ഫസ്റ്റ് ഹാഫിൻ്റെ ടൈം തന്നെ ഇത്രയും ദൈർഘ്യമുള്ളപ്പോൾ സെക്കൻഡ് ഹാഫിനെയും ഒന്നും ഇല്ലാത്ത ലെവലിൽ പഞ്ചായിട്ട് മുന്നോട്ട് പോകുന്നതായിരിക്കും എന്നുള്ളതാണ്. ഈ ഒരു പടം, ഇതിൻ്റെ ഒരു തിരഞ്ഞെടുപ്പ് മമ്മൂട്ടിയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഏറ്റവും മികച്ച രീതിയിലുള്ള ഒരു നടനെ തന്നെയാണ്. ഒപ്പം അർജുൻ അശോകൻ കസറുകയാണ്. വളരെ കുറഞ്ഞ ക്യാരക്ടേഴ്സിൽ മികച്ച രീതിയിൽ സിനിമ മുന്നോട്ട് പോകുമ്പോൾ ഒരു കാര്യം ഉറപ്പിക്കാം, സെക്കൻഡ് ഹാഫ് കഴിയുമ്പോൾ ഇവിടെ നമുക്ക് പറയാൻ പോകുന്നത് ആ റേഞ്ചിലുള്ള ഹെവി പോസിറ്റീവ് തന്നെയായിരിക്കും എന്നുള്ളതാണ്. നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിൽ സപ്പോർട്ട് ചെയ്യണം. സെക്കൻഡ് ഹാഫ് ആയിട്ട് വരാം. മീഡിയാസ്.